അപ്പൊ ഒരു പ്രാവശ്യം വൈകൾ എന്തോന്ന് ഒരു പാമ്പിനെ കണ്ട. അപ്പൊ പാമ്പിന്റെ അടുത്തോട്ട് പോയി. പാമ്പിന്റെ അടുത്തോട്ട് പാമ്പ് ഒന്നും കടി കൊടുക്കുമെന്ന് പറയാ അടുത്തോട്ട് പോയ ബാക്കിൽ ഒരു ടീച്ചറുണ്ട്. അപ്പൊ ടീച്ചറല്ലേ ആ ടീച്ചറല്ലേ അങ്ങോട്ട് പോയത്. ടീച്ചറെ നല്ല മഴ വരുന്നുണ്ട്. അതിന് മുമ്പ് വീട്ടിൽ കയറിപ്പോ ആ ടീച്ചറ് എന്താന്ന് പറഞ്ഞു ബാക്കിൽ കൂടെ പിടിച്ച് തലമുടിയിൽ പിടിച്ച് വെച്ചിട്ട് പറഞ്ഞു അത് കടിക്കും, നീ അങ്ങോട്ട് പോവല്ലേ. ഇത് വെറും പാമ്പല്ല, ഇത് വെറും പാമ്പല്ല, കോബ്ര. കിങ് കോബ്ര എന്ന് പറയുന്നത് കിങ് കോബ്ര. ദിസ് ഈസ് എ കിങ് കോബ്ര എന്ന് പറയുന്നത്. രാജകുമാരക്ക് എന്താ പറയുന്നത്? രാജകുമാര വെറുതെ എന്നെ തെറ്റിപ്പിക്കല്ലേ പാമ്പിന്റെ കാര്യം. മാമിന് അറിഞ്ഞുള്ളതുകൊണ്ടല്ലേ മാം പറഞ്ഞു തരട്ടെ. അയ്യോ ഓക്കെ പറ മാം. അടുത്ത മഴയ്ക്കുമ്പോ വീട്ടിൽ പോയി ചപ്പാത്തി തീറ്റ തീറ്റ തീറ്റ. മാമിന് എപ്പോഴും തീറ്റ തീറ്റ ചോറ് തന്നതേ ഉള്ളൂ. അത് തിന്നിട്ട് എല്ലിന്റെ അവിടെ നോക്കി പറയണ പിശാശല്ല നിൽക്കുന്നു. ഓ അതുകൊണ്ട് മാം ഒന്ന് പഠിപ്പിക്കുന്നതാണ്. ആ ടീച്ചറെ പറഞ്ഞു. ആ ടീച്ചറിന്റെ അടുത്ത് അടുത്ത ചോദിച്ചു. ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു ടീച്ചറിന്റെ അടുത്ത്. അപ്പം ടീച്ചർ എല്ലാത്തിനും ഉത്തരം പറഞ്ഞു. നീ എന്തിനാ ഇങ്ങനെ ഇതെന്താ, ഇതിങ്ങനെയാ, ഇതെന്തോന്നാ, ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്, ക്വസ്റ്റ്യൻസ് എന്തിനൊക്കെ ചോദിക്കണേന്ന് ചോദിച്ചു. അപ്പൊ വൈവലികൾ കുട്ടിയുണ്ടോ? ആ ഉണ്ട്. ഒരാളുടെ ജീവിത കഥയാണ് അത് എഴുതിയത് ഈ കുഞ്ഞിരാമനായിരിക്കും. ഇത് മലയാളത്തിലല്ലേ? അല്ല 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 ഒന്നും അറിഞ്ഞൂടാ. ഇവിടെ വന്നിരിക്കാൻ പാച്ചാൻ വേണ്ടിട്ട് ഇവിടെ നീ വെറുതെ എഴുതാൻ വേണ്ടിട്ട് മാത്രമാ വന്നത്. അല്ല പ്ലീസ് പഠിപ്പിച്ചല്ലോ. ഈ പോഷൻ തീർന്നിരിക്കുന്നു. ഇനി നിങ്ങൾ നോട്ടയിലാണ് പോയി നോട്ടറി. മാം ഷോക്ക് അടിപ്പിച്ച കൊല്ലല്ലേ? ഞാൻ ഹ്യൂമൻ അല്ലാതെ പാട്ടേ കൊല്ലില്ല. ഹ്യൂമൻ ഓ ഹ്യൂമൻ ഒന്നും അറിഞ്ഞൂടാതെ വന്നിരിക്കുകയാണ്. മാമിനാണെന്ന് പറയാത്ത എന്നിട്ട് എന്റെ തലയിൽ മഴ വീണു. അവിടെ ഇരുന്ന് പഠിച്ചോ. ഞാൻ വീട്ടിൽ പോയിട്ട് വല്ലതും കഴിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് ഇപ്പൊ തിന്നേറ്റേ ഉള്ളൂ. നിങ്ങൾ കണ്ടു? നിങ്ങൾ കഴിച്ചു ഓ ഞാൻ കണ്ടു. ഞാൻ കണ്ടു കാണും. ഇവിടെ നല്ലേ ആഹാരം തന്നെ. എന്നിട്ടല്ലേ ഞാൻ പുറത്തു പോയിട്ട് എന്റെ വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചത്. എന്നിട്ടല്ലേ ഞാൻ ഇവിടെ വന്നത്. അപ്പൊ നീ ഇങ്ങനെ ഇരിക്കുകയല്ലേ? ഞാൻ അത് കണ്ട് നീ എന്തിനൊക്കെ പുറത്തോണ്ടിരിക്കണം. ഞാൻ ഇവിടെ മറ്റേ മരങ്ങളുടെ ഭാഷയാണെന്ന് അറിഞ്ഞതിന് ചെറുകുറുക്കുന്നതാണ്. എന്താ ഞാൻ ഇംഗ്ലീഷൊക്കെ പഠിച്ചിട്ടുണ്ട്. പറ്റിയ കോലം ദോ അടിക്കുന്ന ശരിയാവില്ല. ഞാൻ കൂടുതൽ പറഞ്ഞ. അപ്പൊ നമ്മളെ മൈക്രോ ഹോർമോൺസ് ആണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പം ബ്രീത്തിങ്ങും ബ്രീത്ത് ഔട്ടും. ശ്വസനം എവിടെ നിന്നായിരിക്കുന്നത്? ശ്വസനം നെഞ്ചിൽ കൂടെ, അല്ലാതെ കാലിൽ കൂടെ. അല്ലടാ മൺകട്ടി അടിച്ച് മൂക്കിനല്ലേ ശ്വസനം വരണം. നെഞ്ചിൽ കൂടെ രണ്ട് ഓട്ടയുണ്ട്. ജ്യൂസ് കുടിക്കാൻ രണ്ട് ഓട്ടയൊക്കെ വേണ്ടേ? അത് 2 മിനിറ്റാക്കി രണ്ട് ഓട്ടം കത്തിക്ക്. ഇവിടെ പഠിപ്പിച്ച് ഞാൻ പട്ടാവുന്ന എന്തായാലും ഞാൻ നാളെ റിവിഷൻ പഠിച്ച പരിപാടികള് എല്ലാരും നോട്ടിൽ എഴുതിക്കാൻ. ഞാൻ കുറച്ച് വർക്കുണ്ട്. മിണ്ടാതിരിക്കൂ. ഇല്ല മാം, ഉണ്ടായിട്ടില്ല.
അയ്യോ ബുക്ക് തീരാറ് പന്തരം ബുക്കും കുറച്ചേരെ പണം പറ്റി കയ്യില്ല പുറത്തെന്റെ പിന്നീന്നൊരടിയത് എവിടെ എഴുതിയത് കാണീര് തേങ്ങ എഴുതിയത് അല്ല മാം മാങ്ങയുടെ എഴുതുമായിരുന്നു ഞാൻ പേനയില്ല അതാണ് ഞാൻ പേന വീട്ടിൽ നിന്ന് കൊണ്ടുവരണം ഞാൻ ഇനി നിനക്ക് എഴുതി തരാം എനിക്കിവിടെ എഴുതാനില്ല അസൈൻമെന്റ് ടീച്ചേഴ്സിന്റെ അസൈൻമെന്റ് എഴുതിക്കൊണ്ടിരിക്കാൻ നിനക്ക് പേന തപ്പിച്ചിട്ടുണ്ടോ നാളെ പായസവും കപ്പപ്പഴവും ഉണ്ട് വേണമെങ്കിൽ Oh my god. തീർന്നു നമുക്കത് കുടിക്കാനേ കിട്ടുള്ളൂ ഞാൻ പടം വെച്ചിട്ടുണ്ട് ഞാൻ പടം വെച്ചോ ആരാരും നെറ്റ് ആ ഷെൽഫിന്റെ മണ്ടയൊക്കെ കിടക്കുകയായിരുന്നു മാമിന്റെ ശബ്ദം കേട്ട് ഏത് പാമ്പാലും ജീവൻ കൊണ്ട് ഓടുമല്ലോ ഒരു പാമ്പ് കൂടെ വെക്കേ പട്ടിക്കുട്ടി മീൻസ് ഡോഗ് അയ്യോ എന്റെ പട്ടീന്ന് വിളിച്ച് ഞാൻ പ്രിൻസിപ്പാളിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നു അനാവശ്യമായി പട്ടീന്ന് വിളിച്ചു അപ്പൊ കിളിക്കുട്ടി മീൻസ് ഒന്നും വിളിക്കണ്ട ടീച്ചർ ഓൺലി ടീച്ചർ ലിസൺ ദിസ് ഓൺലി ടേക്കിംഗ് ടീച്ചർ ടേക്കിംഗ് ബാക്ക് ടീച്ചർ ബാക്കിംഗ് ചെയ്യുന്ന ടീച്ചർ അല്ലേ ടീച്ചർ നീ എന്താ എന്നെ വെട്ടി അർത്ഥത്തിന്റെ ശവപ്പെട്ടിയിൽ കൊണ്ടിട്ട് തൂക്കി മാം തൂക്കിയിട്ട് പട്ടിക്ക് കൊണ്ടിട്ടിട്ടുണ്ട് ഞാൻ പടം പഠിച്ചോട്ടെ പടം വരയ്ക്കണ്ട വീണ്ടും ചേട്ടൻ എന്റെ കാല് പോയി അയ്യോ സോറി മാം കുറച്ച് ബാക്കിലോട്ട് നീ മോനിക്ക് പറഞ്ഞു കാക്കി പിടിച്ചിട്ട് അപ്പുറത്തേക്ക് പോയി കാക്കി അയ്യോ സോറി മാം മാനത്ത് പറഞ്ഞു ഓക്കെ അവളുടെ മാനത്ത് പറക്കണം കാക്കനെ പിടിയേടി പോയി ആ കാക്കയെ അയ്യോ സോറി ടീച്ചറേ അയ്യോ ടീച്ചർ ഇവിടെ ഇല്ല ചത്തുപോയി ടീച്ചറല്ലേ ടീച്ചർ ചത്തിട്ട് 12 വർഷമായല്ലോ എപ്പ ഇതെന്തോന്ന് ടീച്ചറിന്റെ പ്രായം പ്രേതോ പ്രേതല്ലെങ്കിൽ നിന്നെ എപ്പോഴാ കൊന്നേ ഓ ടീച്ചർ എന്നെ കൊല്ലാൻ പറഞ്ഞത് തിരിച്ച് ചമ്മന്തി ഓ പിന്നെ മിക്സിയിട്ട് അരച്ച് ചപ്പാത്തിക്ക് ഉരുട്ടി കഴിയും ചപ്പാത്തി ഉരുട്ടണമെങ്കിൽ നീ പോയി ചപ്പാത്തി കാക്കിയെ പിടിച്ച് ടീച്ചറെ പിടിച്ച് ടീച്ചറെ കാക്കിയെ ഈശ്വര കർത്താവേ ഈ മാം ഇങ്ങനെ മുണ്ട കാണിക്കുന്നത് അവിടെ പിന്നല്ലാതെ ഒരു ബഹുമാനം വേണ്ട ടീച്ചറിന് എന്ത് പറയുക കാല് പിടിച്ചുള്ളത് കാല് പിടിച്ച് കൈ കൂടെ ഒടിച്ചേട്ടാ മാം കാല് പിടിച്ച് കൈ കൂടെ ഒടിച്ചേ അയ്യോ യുവദാസ ശിവനെ ഇത് ശിവനെ ഇനി ജില്ലയെന്നാ പറയാൻ പറ്റുന്നത് ശിവന്റെ ജില്ല ഞാൻ തകർക്കുന്നുണ്ട് അയ്യോ ദൈവമേ എന്റെ ജില്ല തകർക്കാതെ നീ അടി തുടങ്ങാം പഠിക്കണം
ഞാനാരും മണ്ടിയ അതുപോലെ ഇതുണ്ട് നാളെ റിവിഷനാണ് അത് തന്നെ പഠിക്കുന്നത് തവളക്കുട്ടിയുടെ ബർത്ത്ഡേ തവളക്കുട്ടിയുടെ കഥ എടുത്തിട്ട് ഇന്നലെ വന്നത് അടുത്ത ടീച്ചർ കുട്ടിയുടെ കല്യാണമാണ് നാളെ. അയ്യോ നല്ല കഥ. അയ്യോ യാത്ര ലോകത്താണ് ഇരിക്കുന്ന ഈ ടീച്ചറിന്റെ മുമ്പിൽ തന്നെ എനിക്ക് വന്ന് പെടാൻ തോന്നുന്നു. പെടും അങ്ങനൊക്കെ പഠിപ്പിക്കും ഞാൻ. ആദ്യം ഞാൻ പഠിപ്പിക്കും. ടീച്ചർ പഠിപ്പിച്ച് പോയിട്ട് ഈ പഠിച്ച് മാമിന്റെ തലയിൽ പെടുത്താം. കേട്ടാ കുട്ടി ഇവിടെ എന്താ ആടാനുള്ളതാണോ? സോറി മാം, സോറി പറഞ്ഞാൽ തീരുമോ? അത് പറയാൻ വന്നിക്കാം. Oh my god. എന്താ മാമേ? താനൊന്ന് വീണ്ടും വരേണ്ട അസുഖം വന്നല്ലേ? അല്ല